അയ്യോ ഈ സ്റ്റൈലിലെ മുടി വെട്ടുവാണെങ്കിൽ 250 രൂപയുള്ളൂ. ആ സ്റ്റൈലിലെ മുടി വെട്ടുവാണെങ്കിൽ 300 രൂപ. ജീവ പേരെന്താ? നമ്മളിന്ന് വൈത്രി ഫാംസിലാണുള്ളത്. ഇവിടെ ഇവിടെ ചെല്ലേ, ഇവിടെ ഹിമയ്ക്ക് ഇഷ്ടപ്പെട്ട സെക്ഷനിലാണ് നമ്മൾ വന്നേക്കണേ. ഇല്ലേ മൈസൂർ താഴെ ഇടരുത്. മുറുക്ക പിടിക്കും. അവളെ പിടിക്കില്ല. അത് കുഴപ്പമില്ല, അവള് പിടിച്ചു. മുറുക്ക പിടിക്കണേ. അങ്ങനെ പിടിച്ചോ. എന്താ ഹിമ ഇത്? മൈസ്. എന്താ ഇത്? ഹാംസ്റ്റർ അല്ല, മൈസ്. എന്നാ ഹാപ്പി ആയോ? കണ്ടു. മൈസാണ് ഹാംസ്റ്ററാണോ? അല്ല ഇനി അടുത്തേലും പിടിക്കാം. ഇച്ചു തൊട്ട് നോക്കി. ഇച്ചു ജസ്റ്റ് തൊട്ട് നോക്കി. ഹിമയുടെ കയ്യിൽ വെച്ച് തൊട്ടാ മതി. പുറത്ത് തൊട്ട് നോക്ക്. പുറത്ത് തൊട്ട് നോക്കിയാ മതി. ചാടി പോണു. കുറുമ്പനാ അതൊന്ന് കറണ്ടല്ലോ. ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി കുഞ്ഞിതാ, നമ്മള് വലുതാ. അപ്പ ഇവിടെ സെയിം റെഡിന് കാണിക്കണ പോലെ. അച്ചാച്ചയുടെ കഴുത്തിലാണ് അച്ചാച്ചയുടെ കഴുത്തിലാണ് വെച്ചു. ഹിമ ഹിമ നോക്കി പപ്പയുടെ കഴുത്തിലേക്ക്. നല്ല കൊണ്ടുപോകുന്നതെല്ലാം ഇച്ചു നോക്കി. ബോഡി ബിൽഡർ ഹിമയുടെ കൂട്ടുണ്ട്. ഹിമ ഒന്ന് നോക്കിയപ്പോ ഇവിടെ അമ്മയുടെ വരെ തിരിഞ്ഞു നോക്കി. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തൊട്ടോ അങ്ങനത്തെ ഹാംസ്റ്ററിന്റെ മണം നിന്റെ മേത്ത് പൂമാല എണീക്ക്. പൂമാല ഹാരം. കഴുത്തിലെത്തി അടിക്കില്ലടി. അത് ഇറങ്ങി പോവാൻ ഫോട്ടോ എടുക്കും. അവിടെ പോയിട്ട് കഴുത്ത് കുഞ്ഞവിടെ താഴെ ഇഷ്ടപ്പെട്ടു. പേടിക്കല്ലേടി. ഫ്ലാഷ് അടിക്കരുതേ. അനുപമ്മയ്ക്ക് പേടി. അച്ചാച്ചനെ ഒന്നും ചെയ്യില്ല അനുപമ്മയി. പേടിയൊന്നുമില്ല. താഴത്തൊന്നും വിടാണ്ടിരിക്കുക.
വാല തൊട്ടോ ഇച്ചു ഇച്ചു വാ വാല തൊട്ടോ. നമ്മുടെ ഇതൊന്നും അങ്ങനെ പോകുന്നില്ല. രാത്രിയാണ് അപ്പൊ ഇവിടുന്ന് ചാടി പോകത്തില്ലേ? ആ ഓക്കെ. മായോന്ന് പാമ്പിന്റെ അടുത്തേക്കൊന്നും പോകണ്ട, അത് പിടിച്ചു തിന്നും. അതിന്റെ മിനിയേച്ചർ ഹിമ നമുക്ക് വേണ്ടി ഇതിനെ കൊണ്ടാടി മേടിച്ചോണ്ട് ജീവനുള്ളതാ. ഉരുളല്ലേ മണ്ണിന്റെ അടിയിലേക്കുന്നല്ലേ? അല്ലല്ലോ പിടിക്കാൻ പറ്റുമോ? ഇതോ അയ്യോ ഇതൊന്നും വീഡിയോ കൊച്ചിനെ പിടിക്കും പോലെ. വീഡിയോ ചെറിയ വീഡിയോസും ചെറിയ കളർ മാറുന്നതാണോ? ആണോ? ഇതിപ്പോ മറ്റേ ഈ വാലുകൊണ്ട് മറ്റേ തൂങ്ങി കിടക്കുന്ന അവസ്ഥയാണോ? ഈ വാല് മരത്തേലൊക്കെ ഇത് ഉറുമ്പല്ലേ? ഉറുമ്പിനെ തിന്നണ സാധനം. ആ വലുത്. നല്ല നീളമുണ്ട്. ഹഞ്ഞാട് അത്രയും പൊക്കമുണ്ട്. കണ്ടോ? ചെയ്തോ? ഒന്നും ചെയ്യില്ല. തിരിച്ചു അന്നെ ഇഷ്ടപ്പെട്ടോ? വെച്ചോ ഒന്നും ചെയ്യില്ലടി. അല്ല ഹന്നയുടെ ഡ്രസ്സ് എനിക്കൊന്ന് പിടിച്ചു പോവാലോ. പേടിച്ചിട്ടാ, അളിയനെ പേടിച്ചിട്ടാ. എടാ ഇച്ചിരി അകത്തി പിടിക്കടാ ഇച്ചോടെ. ആ സുഖം കിട്ടിയിരുന്ന കുഴപ്പമില്ല. സുഖം കിട്ടണമെങ്കിൽ ഒന്നരക്കാട് ഓരോ പാമ്പ് വെച്ചാൽ ചേരയുടെ ഉറക്കത്തിൽപ്പെട്ടാണ്. ഇത് ചേരയല്ല, അതിന്റെ വേറെ ചേരയുടെ മണ്ണൂരി. ഇതാണ് വീട്ടിലുള്ള സാധനം. ഇനി അടുത്തേക്ക് കാണാം മാമ. മൈത്രി ഫാംസിലെ അടുത്ത സെക്ഷൻ ക്യാറ്റ്സ് ആണ്. നല്ല അടിപൊളി ക്യാറ്റ്സിനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ക്യാറ്റ്സ് സുഖമായിട്ട് പൂച്ചക്കുട്ടന്മാര് കിടന്നുറങ്ങുവാണ്. കൊടയം വിളിച്ചേ തിരിയാൻ പോ. കറയിടില്ല. പിന്നെ കഴിച്ചു. ഇല്ല ഇച്ചു കഴിക്കരുത്. ബേർഡ്സിന് കൊടുക്കാനേ പാടുള്ളൂ.
ഹിമ ഹിമ ഇത് നോക്കിയേ, പപ്പയുടെ കയ്യിൽ നോക്കിയേ. വെയിറ്റ് ചെയ്യേ. കുഞ്ഞാ ഇവിടെ കാണിക്കടാ, കയ്യിലേക്ക് വരും. എടാ കുഞ്ഞാവേ, എടാ കുഞ്ഞാവേ, ഇറക്ക. ഇത് നോക്കിയത് ഇതുപോലെ വരും. ഹിമ കയ്യിൽ വെക്ക, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നീക്കി പിടിക്കുക. ആ അപ്പൊ ചാടി വരും. അതല്ല, വേറെ ചാടി വരുന്നത്. ഇവിടെ പോയി നിൽക്കും, ഇങ്ങനെ കൈ പിടിച്ച് വെച്ച്. കടിച്ചോ, നീ അവിടെ പോയി പിടിക്കടി. അത് വേണ്ട, കുഴപ്പമില്ല. അത് പോവില്ല. വേണ്ട, അങ്ങോട്ട് ഇത് ഹിമയുടെ കൈ കൊടുക്കാം. പപ്പ പിടിക്കും. അത് തുപ്പിയിട്ടോട്ടോ. ഇച്ചുവിനെ എടുക്കാട്ടോ. ഇച്ചു ചിലപ്പോ ഇച്ചുവിന്റെ കയ്യിൽ അങ്ങനെ കൊടുക്കണ്ടായിരുന്നു. ഇച്ചു പിടിച്ചാലോ. കൈ പൊക്കി പിടിക്കേ. ആ വരൂട്ടാ. കൈ കൊടയിരുന്നിട്ടോ ഹിമ. അനക്കാണ് പിടിച്ചോ. ആ നീക്കി വെക്കണ. അങ്ങോട്ട് നീക്കി വെക്ക കൈ. അതിന് ഇറങ്ങണ്ടേ. കടിക്കും ചെറുക്ക. അതിന് സാധനം കൊടുക്ക. നീ അങ്ങോട്ട് നീക്കി പിടിക്കടി. അങ്ങ് ചെല്ലടി. അങ്ങ് ചെല്ല തന്നെ കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് വയത് പറഞ്ഞു. അന്ന ഇവിടെ ഒന്ന് പിടിക്കടി. ഈ അച്ചാച്ചയുടെ കയ്യിൽ പോയി പിടിക്കടി. കയ്യിൽ വെച്ചോളൂ. അച്ചാച്ചയുടെ കയ്യിൽ പയ്യെ നിന്നാ മതി. അത് തന്നെ നടന്നു വന്നോളും. ആണ്ട് എടുത്തോണ്ട് എടുത്തോണ്ട് പോക്കോട്ടെ. മാല ഇടാണ്ടിരുന്നത് ഭാഗ്യം. കണ്ണട എടുത്തോണ്ട് പോ. ഇവിടെ നിക്ക് ഹിമ. ഇവിടെ നിക്ക്. ഞാനും അത് ഒരുപോലെ ഇരിക്കണ്ട. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുക. മേത്ത് കയറുമോ? അച്ചാച്ചന്റെ കയ്യിലേക്ക് വെക്ക്. ഹിമ വെച്ചോ. കൈ മുട്ടിക്കേ, ചാടിക്കോളും. ആ ഹിമ പിടിച്ചു. കൈ ചെരിച്ചു പിടിക്ക. പേടിക്കണ്ട. നീ അങ്ങോട്ടല്ലേ ഹിമ ചെരിച്ചു കൊടുക്ക. കടിച്ചാലും വേദന എടുക്കില്ല. ഒരു പ്രാവശ്യം ചെരിച്ച നീ കൈ അതിനകത്ത് കിട്ടോ? എല്ലാ ദിവസം വെച്ചോ. എങ്ങനെ ചെരിച്ചത്? അത് കിട്ടോ. ഒരു മിനിറ്റ്. ഇടാണ്ട് കഴിക്കുന്ന കണ്ടുപിടിക്കേ.
അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോണ്ടിരിക്കടി വെച്ചോണ്ടിരുന്നോ നീ അങ്ങനെ വെച്ചോ പല്ലില്ലാത്ത കുഴപ്പമില്ല. അതിന് പല്ലില്ലാലോ പല്ലില്ല ആനോ പല്ലില്ല. നിലത്ത് വീണു ഇതിപ്പോ എത്ര പൈസ ഉണ്ട്? അങ്ങനെ അത് ഇങ്ങനെ പുതിയതായിട്ട് വന്നോണ്ടിരിക്കോ? നിലത്ത് വീണതൊക്കെ എടുത്ത് കൊടുക്കും അത് മേടിച്ചല്ലോ കൈയൊക്കെ അങ്ങനെ വെച്ചോണ്ട് തീറ്റ വേണ്ട നീ കൈ വെച്ചോ പപ്പ തീറ്റ ഇല്ലാണ്ട് വെച്ചേക്കണോ തീറ്റ വേണ്ട നീ കൈ വെച്ചോ പയ്യെ കണ്ടോ കഴിക്കാനുള്ള ഇറച്ചിയുണ്ട്. രണ്ട് പെരുന്നാൾ വെട്ടാണ്ട് അല്ല ചുമ്മാ കൈ വെച്ചപ്പോ രണ്ടുപേരും കൈ വെച്ചോണ്ടിരുന്നോ വെച്ചാ ചുമ്മാ ഒന്നും പല്ലില്ല അതിനെ. ഫോട്ടോ എടുക്കുക. മീന് തീറ്റയൊന്നും വേണ്ട തീറ്റയൊന്നും ഇല്ലാണ്ട് മീൻ വന്ന് തിന്നും കണ്ടോ മീൻ കേറി നമ്മളിപ്പോ വയനാട് വൈത്തിരി ഫാംസിലാണുള്ളത്. അടിപൊളിയാണ് ഇവിടെ. കാര്യം പറഞ്ഞാൽ ഒത്തിരി ഫീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന്. ഹിമയ്ക്ക് ഇറങ്ങിയിട്ട് മതിയായിട്ടില്ല, ഉള്ള മഴ എല്ലാം നനഞ്ഞു. ഇത് പ്രമോഷൻ പക്ഷെ അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാൻ പാകത്തിനുണ്ട് ഇവിടെ. പിള്ളേർക്ക് ഹാംസ്റ്റർ ഫ്ലൈങ് സ്ക്യൂറലിനൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഒത്തിരി കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. ഫിഷിനെ ഫീഡ് ചെയ്യാം, ഹോസിനെ ഫീഡ് ചെയ്യാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവരെല്ലാത്തിനും എടുത്ത് നമുക്ക് വെച്ചൊക്കെ തരും. അപ്പോൾ ഇവിടെ വന്ന ഒട്ടും നഷ്ടമല്ല, അടിപൊളിയാണ്. കിഡ്സിന് 5 ഇയേഴ്സ് താഴെയുള്ള കിഡ്സിന് ഫ്രീ ആണ്. 5 ഇയേഴ്സ് എബോവ് 500 റുപ്പീസാണ് ഒരാൾക്ക്. അപ്പോൾ വൈത്തിരി ഫാംസ് വയനാട് വൈത്തിരി അടിപൊളി.